നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ഇന്ന് പൊതുവായ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. നമ്മളും അതിൻ്റെ ഭാഗമായി ആ വിശകലനത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് തലസ്ഥാനത്ത് BJP അധികാരത്തിലേക്ക് എന്നതായിരുന്നു. അതിൽ നമ്മൾ നടത്തിയ നിരീക്ഷണങ്ങൾ ഏറെക്കുറെ ശരിയാണ് എന്നാണ് ഫലം വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ പറഞ്ഞു അവിടെ ഒരു വലിയ സ്വിംഗ് നടന്ന് 60-70 സീറ്റുകളിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ CPM താഴേക്കും അതുപോലെ BJP മുകളിലേക്കും, BJPക്ക് 40+ നമ്മൾ പറഞ്ഞു, 50 സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റ് കുറവ്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP എന്താണോ ആസൂത്രണം ചെയ്തിരുന്നത് അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് മുന്നേറാനായിട്ട് കഴിയും. അവർ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ച ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ജയിച്ച് 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വൻപൻ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കും എന്നാണ്. അത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് റിസൾട്ട് വന്ന സമയത്ത് തന്നെ മോദി ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. കാരണം ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ആസൂത്രിതമായ ഒരു തിരഞ്ഞെടുപ്പ് നീക്കമായിരുന്നു. അത് വിജയിച്ചു. ഇടത് കോട്ട ഇടിച്ച് പൊളിച്ച് അവിടെ ഭരണത്തിലേക്ക് വരാനായിട്ട് BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായി കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ചെറിയതായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇത് BJPയുടെ എൻട്രിയാണ്. ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് MLAമാരുണ്ടാവുമോ എന്നാരും ചോദിക്കാനുള്ള സാധ്യതയില്ല. BJPക്ക് MLAമാരുണ്ടാവും എന്ന് വ്യക്തമാക്കപ്പെട്ടു. തിരുവനന്തപുരം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ BJP നിയമസഭയിലേക്ക് കടക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഭരിക്കുന്നതിന് അവർക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത്. അതവർ വളരെ ആസൂത്രിതമായിട്ട് സംഘടിതമായിട്ട് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ച് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് എത്തുമെന്നും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് ഒരു പ്രൊജക്റ്റ് വെക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJPയുടെ ഇലക്ഷൻ ടാക്ടിക്സ് വിജയം കഴിഞ്ഞിരിക്കും. എന്നാൽ കേരളത്തിലെ മൊത്തം ഫലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും പഴയ നില പോലും യഥാർത്ഥത്തിൽ BJPക്ക് നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകൾ 25 കുറഞ്ഞു, 29 ഉണ്ടായിരുന്നതാണ്. അവർക്ക് അവരുടെ കയ്യിലിരുന്ന പന്തളം നഗരസഭ നഷ്ടപ്പെട്ടു. പക്ഷേ മൊത്തത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വൻ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. വോട്ട് ഷെയറിൻ്റെ കണക്കുകൂടി വരുമ്പോൾ ആ മുന്നേറ്റം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തൃശ്ശൂരിൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ ബേസ് വോട്ട് കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് തൃശ്ശൂരിൽ അവർക്ക് തിരുവനന്തപുരത്തെ പോലെയുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിയാതിരുന്നത് എന്നതും ഈ സമയത്ത് വ്യക്തമാക്കപ്പെട്ട കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വരാൻ പോകുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു റിസൾട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് യഥാർത്ഥത്തിൽ BJP സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. BJPയുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം, നിയമസഭയിലേക്കുള്ള പ്രവേശം അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ റിസൾട്ടിൻ്റെ പ്രത്യേകത. മറ്റൊരു കാര്യം, ഇനി വരുന്ന ദിവസങ്ങൾ അതേപോലെ വരുന്ന വർഷങ്ങൾ എല്ലാം BJP തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ചുരുക്കത്തിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മാറും എന്നുള്ളതാണ്. ആര് വന്നാലും അവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് പോകുന്നത് BJPയുടെ മേയറായിരിക്കും. എന്നുവെച്ചാൽ BJPയുടെ മേയർ എല്ലായിടത്തും ഉണ്ടാവും എന്നത് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. BJP മുന്നോട്ട് വെക്കുന്നത് വികസന രാഷ്ട്രീയം തന്നെയാണ്. ആ വികസന രാഷ്ട്രീയം തിരുവനന്തപുരത്ത് അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മറ്റ് പലയിടങ്ങളിലേക്കും അവർക്കത് പകർത്തിക്കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇവിടെ LDF ആയാലും UDF ആയി കഴിഞ്ഞാലും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം എന്ന് പറയുന്നത് BJPയുടെ
അസാന്ദ്രമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഒരുപാട് കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ്. തിരുവനന്തപുരത്താണ് ആ ഗുസ്തി പിടിക്കാനായിട്ടുള്ള ബേസ് വോട്ട് യഥാർത്ഥത്തിൽ ഉള്ളത്. നേരത്തെ മുതൽ അത് പ്രകടമാണ്. അവിടെ ബി ജെ പിക്ക് ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു. ആ കഴിവ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വളരെ പ്രകടമായിട്ടുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ തോറ്റുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കുറച്ച് നിയമസഭാ മണ്ഡലങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര ശക്തമായിട്ടുള്ള രീതിയിൽ അവർ അവരുടെ ആ പദ്ധതി, അതൊരു പ്രൊജക്റ്റാണ് ശരിക്കും, അത് നടപ്പാക്കും എന്നത് ഇനി നമ്മൾ കണ്ടിരുന്ന് കാണേണ്ടതാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്കും തിരുവനന്തപുരത്തെ നിവാസികൾക്കും അവർ വെച്ചിരിക്കുന്ന ഈ ഓഫർ ഉണ്ടല്ലോ, 45 ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി വരും എന്നുള്ളത്, അത് വരണം, വന്നവരുടെ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കണം. മാത്രമല്ല പുതിയ തരത്തിലുള്ള ഒരു ഭരണം കേരളത്തിന് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞാൽ അത് ഒരു ആൾട്ടർനേറ്റീവ്, നിലവിലുള്ള ഇടത് വലത് നീക്കങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ആൾട്ടർനേറ്റീവാണ് തങ്ങളുടേത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും മുന്നോട്ട് പോകാനായിട്ടുള്ള വഴിയുണ്ടാവും. പക്ഷേ അവരുടെ ഈ രാഷ്ട്രവാദം അല്ലെ ഹിന്ദു രാഷ്ട്രവാദം എന്നതൊക്കെ പതുക്കെ അവരുടെ പിന്നിലേക്ക് തള്ളി വെക്കേണ്ടതായിട്ട് വരും. കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ സ്വാഭാവികമായിട്ടും ഈ ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വിറ്റഴിക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ മതരാഷ്ട്രവാദത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ വിറ്റഴിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ നല്ല പുതിയ ഇതുവരെയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭരണത്തിൻ്റെ സംവിധാനത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞാൽ അതൊരു മാറ്റമായിരിക്കും. അവർ തന്നെ പറയുന്ന മാറാത്തതിന് മാറും എന്ന് അവർ പറയുന്നത് അവർക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയണമെങ്കിൽ കൃത്യമായിട്ട് ആ അജണ്ടയ്ക്കനുസരിച്ചുള്ള ഭരണം ഉണ്ടാവണം. ഇപ്പോൾ നമുക്കറിയാം പന്തളത്ത് എന്താ അവർ തോറ്റുപോയത്. പന്തളത്ത് എന്ത് ശക്തമായിട്ടുള്ള രീതിയിൽ നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ വികാരമുണ്ട്, ശബരിമല കൊള്ളയും പ്രശ്നങ്ങളൊക്കെ. പക്ഷേ അവർ തോറ്റുപോയി. കാരണം എന്താണ്? അവർക്ക് നഗരസഭാ ഭരണം ലഭിച്ചിട്ട് അതിനെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പുതിയ മാതൃകയാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പാലക്കാട്ടെ സ്ഥിതി തന്നെ. പാലക്കാട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, ഒറ്റക്കക്ഷിയാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഭരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണത്തിൻ്റെ നിർവഹണ രംഗത്തെത്തുന്ന സമയത്ത് ഗവേണൻസിൻ്റെ ഗുഡ്നെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മാത്രമാണ് പിന്നീട് തുടർ വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരിക്കൽ വിജയിച്ചിടത്ത് പരാജയപ്പെട്ടു പോകുന്ന ആ അനുഭവം അത് തിരുവനന്തപുരത്തും വന്നുകൂടായികയില്ല. അത് അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഇതെല്ലാം സാക്ഷാത്കരിക്കുന്നതിൽ പലതരം വീഴ്ചകളെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഉണ്ടാകും. തിരുവനന്തപുരത്ത് അവർ പല പ്രതിസന്ധികളെയും മറികടന്നാണ് യഥാർത്ഥത്തിൽ ജയിച്ചത്. നമുക്കറിയാം അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ആത്മഹത്യകൾ അത് വലിയ പ്രശ്നമായിട്ട് തുടക്കത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിലും അതിനെ മറികടക്കാനായിട്ട് കഴിയുകയും അവർക്ക് ഈ രീതിയിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്തു. അവർ പ്രഖ്യാപിച്ചതുപോലെ 60-70 സീറ്റുകളിലേക്ക് എത്തിയില്ല എങ്കിലും ഭരണം നേടാൻ കഴിയുന്ന തരത്തിലേക്ക് 50 സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഈ അധികാരം എന്ന് പറയുന്നത് മാതൃകാ നിർമ്മിതിയുടെ ആയാൽ മാത്രമാണ് മുന്നോട്ട് എന്തെങ്കിലും സ്കോപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പന്തളത്തിൻ്റെയും അതേപോലെ തന്നെ പാലക്കാടിൻ്റെയും നഗരസഭാ ഭരണത്തിൻ്റെ അനുഭവങ്ങളാണ് എങ്കിൽ അത് ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ വിജയപരാജയങ്ങളുടെ ആവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ സഹായകരമായി തീരൂ.